ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഹോം മെയ്ഡ് പുട്ടുപൊടി റെസിപ്പിയാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ പുട്ടുപൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. കടയിൽ നിന്നും റെഡിമെയ്ഡ് പുട്ടുപൊടി വാങ്ങാതെ തന്നെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ നല്ല പെർഫെക്റ്റ് പുട്ടുപൊടി ഉണ്ടാക്കി അതുകൊണ്ട് നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കാതെ കൈ നനക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ് കാണിക്കുന്നത് 1 കപ്പിൻ്റെയാണ്. അപ്പോൾ 1 കപ്പ് സാധാരണ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ തന്നെ അരിയൊക്കെ കുതിർത്തി പൊടിച്ചെടുക്കുന്ന പൊടിയായാലും മതിയാകും. ഇനി ഇത് വറുക്കാത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഒരുപാട് നേരമൊന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അത് 1 കപ്പ് അളവിന് എടുത്തിട്ടുണ്ട്. അതേ കപ്പ് അളവിന് തന്നെ 1 കപ്പ് അളവിൽ തന്നെ വേവിച്ച ചോറ്, ബാക്കി വന്ന ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ചെറിയ ഉള്ളി നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. സവാള ആയാലും ജീരകം ആയാലും ഓപ്ഷണലാണ്. ചിലർക്കൊന്നും ജീരകത്തിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല. അങ്ങനെയുള്ളവർ നമുക്ക് ജീരകം ഒഴിവാക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ട് തന്നെയായിരിക്കും കേട്ടോ ഇത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വേവിച്ച ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ആയിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ 1 കപ്പിൻ്റെ അളവിന് ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നനച്ചെടുത്തിട്ടും സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളവർ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 1 കപ്പിൻ്റെ അളവിന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുപൊടി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതാ എടുക്കുന്നത് സവാളയാണ്. സവാളയുടെ പകുതിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് പറഞ്ഞില്ലായിരുന്നു. സവാളയുടെ പകുതി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിതാ അല്പം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിതൊന്ന് പൾസ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ പൾസ് ചെയ്തെടുത്തതാണ് കാണിക്കുന്നത്. അതായത് ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് എന്നുള്ള രീതിയിൽ വേണം പൾസ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും നനഞ്ഞിട്ടില്ല. ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ആ ഒരു ചോറും പൊടിയും എല്ലാം കൂടി മിക്സ് ആവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ താഴേക്കൊക്കെ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരിക്കലും ഇത് അരയ്ക്കുന്ന ആ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് നമ്മൾ കറക്കിയെടുക്കരുത്. ഇത് പൾസിൽ തന്നെ ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി നമുക്ക് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വീണ്ടും പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവണം. നോക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ. ഇനി ഇത് കുഴക്കുക ഒന്നും ആവശ്യമില്ല. കൈയൊന്നും നനക്കാതെയാണ് ഞാൻ ഈ ഒരു പുട്ടുപൊടി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി
ഇനി ഇത് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ പൾസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സ്പീഡ് കൂടിപ്പോയിട്ട് ഇത് കട്ട പിടിക്കുക പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലത്തെ ക്വാണ്ടിറ്റി കുറച്ചെടുത്ത് മാറ്റിയിട്ട് അരിപ്പൊടി 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ആ കട്ട പിടിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ആ അളവ് നോക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കണക്കിന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഡിയായി കിട്ടും കേട്ടോ. ഇനി അതെല്ലാം നല്ല പോലെ ഡ്രൈ ആയിട്ട്, ഇതൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് നനഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എടുത്തിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ പിന്നെ ഉടർത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ അടർന്ന് കിട്ടുന്നുണ്ട്. ഇനി അതെല്ലാം നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ളത് പുട്ടുപൊടി നമ്മൾ എങ്ങനെയൊക്കെ പുട്ട് ചുട്ടാലും അത് അടർന്നു പോവുകയും ചെയ്യും. മാത്രമല്ല അതിനൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അരിപ്പൊടിക്ക് പകരം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അടിച്ചെടുക്കുകയല്ല, പൾസ് ചെയ്തെടുത്താൽ മതിയാകും. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞൊരളവിന് എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കുന്ന അരിപ്പൊടിയുടെ ആ ഒരു പശ അനുസരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന 2 കണ്ടീഷൻസ് വന്നേക്കാം. അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ 2 ടിപ്പൊന്ന് ഫോളോ ചെയ്താൽ മതിയാകും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു മെത്തേഡിൽ പുട്ടൊക്കെ ഉണ്ടാക്കുന്നവരൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാനിത് സത്യം പറഞ്ഞാൽ പുട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ പലരും ചിലപ്പോൾ പറയും ഇതൊക്കെ ഈ ഒരു രീതിക്ക് തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. കണ്ടോ, ഒരു കട്ട പോലും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കറിലാണ് പുട്ടുണ്ടാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പുട്ടുപൊടി, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യൊന്നും വേണ്ട. ഇത് നമുക്ക് ആ ഫില്ലാവുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. കണ്ടോ, കൈയൊന്നും തൊടാതെ തന്നെ പുട്ടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണല്ലേ. ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കുക്കറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഇനി എടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും വളരെ ഈസി ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊടി വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1 കപ്പ് വെന്ത ചോറ് കൊണ്ട് ഞാൻ ഈ ഒരു കപ്പ് അളവിന് 4 കപ്പ് പുട്ടുപൊടിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതായത് ഈ അളവിൻ്റെ 4 ചിരട്ട പുട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വീട്ടിൽ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയരുത്. ഇതുപോലെ പുട്ടുപൊടി ഉണ്ടാക്കാനായിട്ട്, അതും 4 ഇരട്ടി പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കുക. വീട്ടിൽ മായൊന്നും ചേർക്കാത്ത പുട്ടുപൊടി വീട്ടിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. കണ്ടോ, ഇത് 1 കപ്പിൻ്റെ അളവിനുള്ളതാണ് ഞാൻ ഇതിലേക്ക് പകർത്തി വെച്ചിരിക്കുന്നത്. ഇതുപോലെ 4 പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും എന്നതിൽ സംശയമില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ചും നോക്കുക കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.